വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? ഇന്നത്തെ ഒരു പ്രത്യേകത എന്താണെന്നറിയോ? ഇന്ന് എനിക്ക് ഇത്തിരി പാചകമായിട്ട് കുറച്ച് കാര്യങ്ങളുള്ളത് കൊണ്ട് ഞാൻ ഇന്ന് ഒരു സ്ഥലം വരെ ബീനയുടെ കൂടെ പോയില്ല. അതായത് സൂര്യ ടി വിയിൽ വമ്പിച്ച വിജയം ആഘോഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സീരിയലാണ് ഇന്ദുലേഖ. എല്ലാവരും കാണുന്നതാണ്. അപ്പം ഇന്ന് ബീന അങ്ങോട്ട് പോയിട്ടുണ്ട്. അങ്ങോട്ട് പോകാൻ പ്രധാന ഒരു കാര്യമുണ്ട് കേട്ടോ. എന്താണെന്നറിയോ? ബീനയുടെ ഹസ്ബൻഡ് മനോജ് ആ സീരിയലിൽ ഒരു ഗംഭീര ക്യാരക്ടർ അഭിനയിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് അവിടെ കല്യാണമോ ഫംഗ്ഷനോ എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ബീനയും ശങ്കുരും കൂടി അങ്ങോട്ട് പോയിട്ടുണ്ട്. ശങ്കുരു എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ക്യാമറമാനുമാണ്, ബീനയുടെ മോനുമാണ്. രണ്ടുപേരും കൂടി അങ്ങോട്ട് പോയിട്ടുണ്ട്. വിശേഷങ്ങളൊക്കെ പങ്കുവെച്ചിട്ട് വരാമെന്ന് പറഞ്ഞു. അപ്പോഴേക്കും ബീന വരുമ്പോഴേക്കും ഞാനിവിടെ കുക്കിംഗ് ആയിട്ടുള്ള ഒരു ചെറിയൊരു എപ്പിസോഡ് എടുത്ത് വെക്കാമെന്നും പറഞ്ഞു. അപ്പോൾ ബീന അങ്ങോട്ട് പോയിട്ടുണ്ട്. ഇന്ദുലേഖയുടെ ഒരു ഗംഭീര വിശേഷങ്ങളുമായിട്ട് ബീനയെ നിങ്ങൾക്കിപ്പോൾ കാണാം. ഹായ് ഫ്രണ്ട്സ്, തെസ്ബീൻസ് വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഒരു സർപ്രൈസാണ് കേട്ടോ. നമ്മൾ തെസ്നിയും ഞാനും കൂടെ ഇപ്പം നമ്മൾ 2-3 വ്ളോഗ്സൊക്കെ വന്നു കഴിഞ്ഞല്ലോ. ഇപ്പം ഇത് ഞാൻ വന്നിരിക്കുന്നത് മനുവിൻ്റെ ഒരു ലൊക്കേഷനാണ്. മനു ചെയ്തുകൊണ്ടിരിക്കുന്ന ഇന്ദുലേഖ എന്ന് പറഞ്ഞ സീരിയലുണ്ട്. അപ്പോൾ മനു എപ്പോഴും പറയും, നീ ഇതുവരെ മോനും വന്നില്ലല്ലോ, ഇവിടെ നമ്മുടെ എറണാകുളത്ത് തന്നെയാണല്ലോ. അപ്പോൾ എപ്പോഴെങ്കിലുമൊക്കെ അങ്ങനെ പോകാറുണ്ടായിരുന്നു. ഇതുവരെ ഞാൻ ഈ ലൊക്കേഷനിൽ വന്നിട്ടില്ല. അപ്പോൾ ഞാനും ശങ്കർ കൂടി ജസ്റ്റ് ഒന്ന് വന്നതാണ് ഇവിടെ വിസിറ്റ് ചെയ്യാൻ. നമ്മുടെ കുറേ ഫ്രണ്ട്സൊക്കെ ഉണ്ട് അവരുടെ കൂട്ടത്തിൽ, അറിയാമല്ലോ. ഉമ്മയുണ്ട്, അമീനുണ്ട്, നമ്മുടെ ഇന്ദുലേഖയുണ്ട്, അങ്ങനെ കുറേ നമ്മുടെ ഫ്രണ്ട്സൊക്കെ ഉണ്ട്. അപ്പോൾ അവരെയൊക്കെ ഒന്ന് കാണാം. പിന്നെ എൻ്റെ ഡയറക്ടർ, എൻ്റെ പണ്ട് ഞാൻ സീരിയലൊക്കെ ചെയ്തു തുടങ്ങുന്ന കാലത്ത് എൻ്റെ അസിസ്റ്റൻറ്റ് ഡയറക്ടറായിരുന്നു, നമ്മുടെയൊക്കെ ചങ്കായിട്ടുള്ള ബ്രദറായിരുന്നു നമ്മുടെ ജിതിൻ, നമ്മുടെ ജിതേഷ്. അപ്പോൾ അവനും ഉണ്ട്. അപ്പോൾ അങ്ങനെ കുറേ പേര് നമുക്ക് പരിചയപ്പെടാം. ഈ ലൊക്കേഷനിൽ എന്തൊക്കെ രസങ്ങൾ നടക്കുന്നു, പിന്നെ അവരുടെ നമുക്ക് പറയാൻ എന്തൊക്കെയുണ്ടെന്നൊക്കെ നമുക്ക് ചോദിച്ചറിയാം. അപ്പോൾ ഓക്കെ, നമുക്ക് ആ ലൊക്കേഷനിലേക്കൊന്ന് പോയേക്കാം. വരും. തെസ്നി ഇല്ല, തെസ്നി ഇന്ന് വേറൊരു ഷൂട്ട് പോയിരിക്കണം. അപ്പോൾ ഞാനും ശങ്കരും കൂടെ ഇങ്ങോട്ട് വന്നിരിക്കുകയാണ്. വാ പാപ്പ അടുത്തേക്ക് പോകാം. ഈ ഗൗരി കുറിച്ചിടും നിന്റെ ഒടുക്കം കൊണ്ട് ആ കണക്ക് അതിന് താമസം സാപ്പാട് നോക്കി ഹിന്ദുവിനെ നോക്കി ഹിന്ദു സാപ്പാട് നോക്കി ആ കണക്കിന്റെ കൂട്ടത്തിൽ അച്ഛനെ കൊന്ന് ഞങ്ങൾ നമ്മളങ്ങനെ എന്തോ സീരിയലാടാ, ഒരു കണക്ക് പറയാൻ പറ്റുമോ? കുറേ ഉണ്ട് ഞങ്ങളുടെ സീരിയല്. 96 മുതലോ 95 മുതലോ നമ്മൾ ഒന്നിച്ച് വർക്ക് ചെയ്യാൻ തുടങ്ങിയ ഒരുപാട് നല്ല സുഹൃത്തുക്കളായിരുന്നു. അതെ അതെ, ടെസ്നി ഉണ്ട്. ടെസ്നി ഞങ്ങളുടെ കൂട്ടത്തില് എന്താ പറയണ, അടക്കാനാവാത്ത വായാണ്. ഞങ്ങളുടെ പണ്ടത്തെ ഗ്യാങ്ങിലാണ് ടെസ്നി, സീമ, ഞാൻ, ഇവൻ, അങ്ങനെ കുറെ ഗ്യാങ് ഉണ്ടായിരുന്നു നമ്മളല്ലേ. അതെ, 1000 കുടത്തിന്റെ വായ കെട്ടാം, ടെസ്നിയുടെ വായ കെട്ടാൻ പറ്റില്ല. ടെസ്നിക്ക് അറിയാം. ടെസ്നി എന്ത് ഷൂട്ട് കഴിയുമ്പോഴേ ടെസ്റ്റിനെ വിളിക്കാൻ പറയും, സെറ്റിൽ എന്താ ചന്ത പോലെ ഒറ്റപ്പാടും പറയും, നീ ഉരുത്തി അതിന്റെ കാരണക്കാരി പറയുമ്പോൾ പോകുമ്പോൾ എൻ്റെ അടുത്ത് വളരെ സീരിയസ് ആയിട്ട് പറയും, നാളെ മുതൽ ടെസ്റ്റി പുതിയൊരാളായിരിക്കും, ഇനി മേലെ ഞാൻ ചിരിക്കില്ല, സംസാരിക്കില്ല, ഈ ടെസ്റ്റി ഇവിടെ ഉണ്ടെന്നേ ആരും അറിയില്ല എന്നൊക്കെ പറഞ്ഞ് ശപഥം ചെയ്തിട്ട് പോകും. വേറെ ആളെ നോക്കണം. ദിവസം രാവിലെ ടെസ്റ്റി വളരെ സീരിയസ് ആയിട്ട് ഒരു മേക്കപ്പ് തുടങ്ങി ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ ടെസ്റ്റി എല്ലാം പറഞ്ഞു. പിന്നെ ടെസ്റ്റിയുടെ ഒച്ച 7 മുറിയുടെ അപ്പുറത്ത് കേൾക്കാം. പക്ഷെ ഭയങ്കര നമ്മളെല്ലാവരും കൂടെ ഉള്ള സീരിയലായിരുന്നു പറയണം. നമ്മള് ആദ്യം മലയാളം സീരിയൽ ഇതൊക്കെ ശരിക്കും അവരുടെ നമ്മുടെ ഇവരുടെ സാറിൻ്റെ ആയിരുന്നില്ല, ശ്യാംസുന്ദർ സാറിൻ്റെ. ശ്യാംസുന്ദറിൻ്റെ ഒക്കെ സ്ത്രീയൊക്കെ സാറിൻ്റെ ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ കുറേ വർക്ക് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഒരുപാട് ബന്ധമുള്ള ആണെന്ന് പറയുകയാണ്. അപ്പോൾ ഷിബുവിൻ്റെ വർക്കാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ വന്നത് തന്നെ. അപ്പോൾ ഇന്ദുലേഖ എന്ന് പറഞ്ഞ ലൊക്കേഷനിൽ മനു ഉണ്ട്, ഓഫ് കോഴ്സ്, തീർച്ചയായിട്ടും മനുവിൻ്റെ ലൊക്കെ. അതിനൊപ്പം തന്നെ ഷിബു ഒക്കെ ഉണ്ട്. ഷിബുവിനോടും ഈ പഴയ കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ ചെറിയൊരു ഷൂട്ടിൻ്റെ കാര്യമുള്ളൂ. ടെസ്റ്റി വേറെ ക്യാമറയിട്ട് അങ്ങോട്ട് പോയിരിക്കണം. അപ്പോൾ ഞാൻ ഇങ്ങോട്ട് പോകുന്നു. അപ്പോൾ ഇതാണ്. അപ്പോൾ ഞങ്ങളെ ബന്ധം മനസ്സിലായല്ലോ. അപ്പോൾ അതാണ് ഷിബു, ഞങ്ങളൊക്കെ ആയിട്ടുള്ള ബന്ധം. ഷിബുവിൻ്റെ വർക്കാണ്. നല്ലൊരു കഥയും നല്ല രസമായിട്ട് കാണുന്നു. ഒരുപാട് യൂട്യൂബിൽ ഭയങ്കര ഫാൻസാണ്. ഇന്ദുലേഖയ്ക്ക് ഭയങ്കര ഫാൻസുള്ള ഒരു സീരിയലാണ്. നന്നായിട്ട് പോകുന്നു, നല്ല ഭംഗിയായിട്ട് പോകുന്നു. അവിടെ ഭംഗിയായിട്ട് എന്തൊക്കെയോ ഭയങ്കര ഹെവി സീക്വൻസ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും എല്ലാവരും അമീനൊക്കെ പറഞ്ഞിരുന്നല്ലോ, എല്ലാവരും മുടങ്ങാതെ കാണണം. സൂര്യ ടി വിയിൽ അല്ലേ, ഇന്ദുലേഖ 7:30 മണി തിങ്കൾ
തിങ്കൾ മുതൽ വെള്ളി വരെ. അതും കാണണം. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബും ചെയ്യണം. ഓക്കെ. ഹായ്, ബീന ചേച്ചിയും തെസ്നി ചേച്ചിയും തുടങ്ങിയ തെസ്മീൻസ് ബ്ലോക്കിന് എൻ്റെ എല്ലാവിധ ആശംസകളും. അപ്പൊ ചേട്ടാ ചേച്ചി കൈ വെക്കണേ. വേണ്ട. റെഡി റോൾ. ആക്ഷൻ. തീർക്കാൻ പാടാ. വേണ്ട. ആക്ഷൻ. എങ്കിൽ തീർക്കാൻ പാടാ. ഇവനെ മുറ്റത്തിട്ട് ഈ മുറ്റത്തിട്ട് റെഡി റോൾ. ആക്ഷൻ. ഇവനെ ഈ മുറ്റത്തിട്ട് തീർക്കാൻ പാടാ. വേണ്ട. അങ്ങോട്ട് നോക്കി. എന്റെ പിള്ളേരെ തൊട്ടതിനും വേദനിപ്പിച്ചതിനുള്ള കണക്ക് ഈ ഗൗരി കുറിച്ചിടുക. നിന്റെ ഒടുക്കം കൊണ്ട് ആ കണക്ക് തീരും. അതിന് താമസം ഉണ്ടാവില്ല. ഷാർപ്പായിട്ട് ഇന്ത്യയിൽ നോക്കി അപ്പുറത്ത് എന്ന് പറഞ്ഞോ. ആ കണക്കിന്റെ കൂട്ടത്തിൽ എന്റെ അച്ഛനെ കൊന്ന് ഞങ്ങൾ അനാഥരാക്കിയ കണക്ക് കൂടിയുണ്ടോ? തീരും നീയാൻ തുടങ്ങി. അപ്പൊ തമ്പി അവിടെ അപ്പുറത്തെന്ന് പറഞ്ഞ ജോലി മുഹൂർത്തായി. സമയം കളയണ്ട. നിന്നെ സാക്ഷി നിർത്തി ചേച്ചി പറഞ്ഞോ. നിന്നെ സാക്ഷി കളപ്പുരക്കൽ മുറ്റത്ത് അനുജന്റെ കല്യാണം കണ്ണു തുറന്ന് കണ്ടോ നീ? അവിടെ തന്നെ ചേച്ചി പറഞ്ഞോ. മഹിതേ നോക്ക്. അപ്പുറത്തേക്ക് മഹിത അവിടെ നിന്ന് താരമായിട്ട് വരുന്നു. ദേഷ്യം അവളോടുള്ള ദേഷ്യം മഹിത താരിയായിട്ട് വരുന്നു. വീണ്ടും നോക്കിയോ. അവിടെ നടന്നു ചെയ്തു. കളികളൊക്കെ കൊള്ളാം. അപ്പൊ നമ്മള് അറിയാലോ ഇന്ദുലേഖയുടെ ലൊക്കേഷനിലായിരിക്കുന്നത്. അപ്പൊ ഞാനിപ്പോ ഇവിടുത്തെ ഒരു സ്പെഷ്യൽ നമ്മുടെ ഇന്ദുലേഖയാണ് ഞാനത് പരിചയപ്പെടുത്താൻ പോകുന്നത്. നമ്മള് ഒരുപാട് ഇതിൽ നമ്മൾ ഷോസിൽ കണ്ടിട്ടുണ്ട്. അവള് ആങ്കറിങ് കണ്ടിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ ഇന്ദുലേഖയിൽ അവളുടെ നല്ല പെർഫോമൻസ് കണ്ടു. പക്ഷെ അതിനേക്കാളൊക്കെ ഒരുപാട് കാര്യങ്ങൾ അവിടെ അറിയണ്ട. അവൾ എന്നൊരു സമ്പൂർണ്ണ കലാകാരിയാണ്. അവൾ നല്ല ഡാൻസറാണ്. ഇതൊക്കെ എൻ്റെ മോൻ എന്നിട്ട് കഴിഞ്ഞ ദിവസം അമ്മേ ഈ ചേച്ചി ഇതൊക്കെ കുഞ്ഞിലേ ഇത് കണ്ടോ എന്നൊക്കെ പറഞ്ഞ ഒരു ഡാൻസിന്റെ പെർഫോമൻസ് ഒക്കെ കഴിഞ്ഞ് അന്ന് കലാകാരൊക്കെ എന്തൊക്കെയുണ്ട് നമുക്ക് നേരിട്ട് അവളോട് ചോദിച്ചറിയാം. ഇവിടെ ഇരിപ്പുണ്ട് ആള്. ഹലോ. അപ്പൊ ഇതാണ് നമ്മുടെ ഇന്ദുലേഖ കുട്ടി. ഒറിജിനൽ പേര് പറയട്ടെ. മാളവിക കൃഷ്ണദാസ്. എല്ലാവർക്കും അറിയാം. എന്നാലും ഞാൻ ഒന്നും കൂടി പറയിപ്പിച്ചാണ്. അപ്പൊ പറ, എന്തൊക്കെയാണ് ഇതല്ലാതെ വേറെ എന്തൊക്കെ ഇതാണ് നിനക്കുള്ളത്? ഈ ആക്ടിങ് അല്ലാതെ ഞാൻ ബേസിക്കലി ഡാൻസറാണ്. 3.5 വയസ്സ് തൊട്ടേ ഭരതനാട്യം പഠിക്കുകയാണ്. പിന്നെ ഇങ്ങനെ യുവജനോത്സവങ്ങൾ സ്റ്റേറ്റ് ഫസ്റ്റ് ആയിരുന്നു. കലാതിലകം അങ്ങനെയൊക്കെ ആയിട്ടില്ല. നമ്മള് കലാതിലകം ഇപ്പൊ ഇല്ലല്ലോ. ആ സമയത്ത് പണ്ടായിരുന്നു കലാതിലകം. ഞങ്ങളുടെ സമയത്ത് കലാതിലകം ഇല്ല. ഫസ്റ്റ് അങ്ങനെയുണ്ട് അല്ലേ? അങ്ങനെ 3 കൊല്ലം അടുപ്പിച്ച് കുറച്ചുകൂടി സ്റ്റേറ്റ് ഫസ്റ്റ് ആയിരുന്നു. ചെറുതായിട്ട്. അപ്പൊ ഒരു ന്യൂസിലൊക്കെ ഭയങ്കര സംഭവമായിട്ടൊക്കെ ഉണ്ടായിരുന്നു. ആ സമയത്ത് നമ്മുടെ ലാൽ സാറിന്റെ നായികൻ എന്ന് പറഞ്ഞൊരു ഞാൻ അതിൽ കണ്ടിട്ടുണ്ട്. ഫൈനലിസ്റ്റ് ആയിരുന്നു. അപ്പൊ അറിയാലോ അവളുടെ ആ കാലിബർ നമുക്കറിയാം. കാരണം എല്ലാത്തിലും ഒന്നും വിട്ടുകൊടുക്കാത്ത ആളാണ്. പക്ഷെ ഞാൻ സത്യസന്ധമായിട്ട് പറയണു, ഇന്ദുലേഖയില് നാച്ചുറൽ പെർഫോമൻസ് ആണ്. അത് ഗംഭീരമായിട്ട് നീ ആ ക്യാരക്ടർ ചെയ്യുന്നുണ്ട്. നല്ലോണം അതിന് ക്യാരക്ടറിന് ഞാൻ കാരണം മഞ്ഞുവിന്റെ സീനിലായതുകൊണ്ട് നമ്മൾ എന്തായാലും വീട്ടിൽ വെക്കും. മനസ്സിലായില്ലേ? അപ്പൊ അതുകൊണ്ട് കാണാൻ ഞാൻ ഇവളുടെ പെർഫോമൻസ് ഭംഗിയായിട്ട് ചെയ്യുന്നു കേട്ടോ. അപ്പൊ പിന്നെ പറയും ബാക്കി എന്തൊക്കെയാണ് വിശേഷങ്ങൾ, ഇപ്പോഴത്തെ വേറെ എന്തൊക്കെയാണ് കാര്യങ്ങൾ ഇത് ചെയ്തോണ്ടിരിക്കുന്ന ഈ ഒരു പ്രോഗ്രാം? ആങ്കറിങ് ചെയ്യുന്നുണ്ട്.
ഒരു ഫണ്ണി നൈറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ സ്റ്റഡീസ് ഒക്കെ പഠിത്തം കൂടെ കൊണ്ടുപോകും. ഇപ്പൊ എക്സാംസ് ഒക്കെ ആയിരുന്നു. ഞാൻ BBA മാർക്കറ്റിംഗ് ആൻഡ് മീഡിയ ഫൈനൽ ഇയർ സ്റ്റുഡന്റ് ആണ്. സീക്രട്ട് കോളേജ് തേവര കോളേജിലാണ് പഠിക്കുന്നത്. അങ്ങനെയൊക്കെ ആയിട്ട് പോകുന്നല്ലേ. ഓക്കെ. അപ്പൊ നമ്മളെ ഒരാളെ കൂടി വിളിക്കാം. അമീനും കൂടി ഇവിടെ വന്ന് ജോയിൻ ചെയ്തേ. അപ്പൊ എനിക്ക് വേറെ നമ്മുടെ ഹീറോയും കൂടി ഉണ്ട്. അപ്പൊ ഹീറോ എടുത്തും കൂടി 2 വാക്ക് പറഞ്ഞേക്കാം. അപ്പൊ നമ്മുടെ യുവാക്കളുടെ ഹരമായിട്ടുള്ള അമീൻ കുട്ടനാണ് ഈ വന്നു നിൽക്കുന്നത്. ഞാൻ ഇവന്റെ കൂടെ ഒരിടത്തൊരു രാജകുമാരി എന്നൊരു സീരിയൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ബാക്കി ഇവൻ പറയടാ എന്താണ് അവന്റെ ഫാൻസ് പറ, അവരോട് എന്താ പറയുന്നത്? ഒരിടത്തൊരു രാജകുമാരി കഴിഞ്ഞ് ഇപ്പൊ ഇന്ദുലേഖ ചെയ്തോണ്ടിരിക്കുകയാണ്. അപ്പൊ ബീന ചേച്ചി ആർട്ടിസ്റ്റ് ആയിരുന്നെങ്കിൽ ഇപ്പൊ യൂട്യൂബറൊക്കെ വലിയ നിലയിലെത്തി. പല സ്ഥലത്തുനിന്നാണ് യൂട്യൂബിൽ നിന്ന് ഒരു വരുമാനം, സീരിയലിന് വേറെ വരുമാനം, ബിസിനസ് എന്താ ഉള്ളത് ഒന്നും കിട്ടിയിട്ടില്ലടാ. സബ്സ്ക്രൈബേഴ്സിനെ പോലും കിട്ടി തുടങ്ങിയിട്ടുള്ളൂ. എല്ലാവരോടും റിക്വസ്റ്റ് ഞാനും എല്ലാവരും നമ്മുടെ സീരിയൽ ഇന്ദുലേഖ ഫാൻസിനോട് എല്ലാവരോടും റിക്വസ്റ്റ് ആണ്. ഞാനും കാണാറുണ്ട് അതിന്റെ വീഡിയോസ് എല്ലാം കാണാറുണ്ട്. തസ്നി ചേച്ചിയും അതുപോലെ തന്നെ ബീന ചേച്ചിയും കൂടെ ഉള്ള വ്ലോഗ്സും വ്ലോഗ്സ് എന്നാണ് പേര്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം, ഷെയർ ചെയ്യണം, അടിച്ചു പൊട്ടിക്കണം. അപ്പൊ ഇതാണ് നമ്മുടെ പിള്ളേര്. അപ്പൊ എല്ലാവരും ഭയങ്കര യോയോ പിള്ളേരാണ്. അവർക്ക് ഭയങ്കര പക്ഷെ ഇതൊന്നും കാര്യമൊക്കെ ഉണ്ടാവും. ഇതൊക്കെ നമ്മള് വെറുതെ ആക്ടിങ് ആണ്. സീരിയൽ കാണണം. അതും കൂടെ ഒന്ന് പറയാം. അതായത് ഇന്ദുലേക്ക് എല്ലാവരും കാണണം. ഇന്ന് മുതൽ വെള്ളിവരെ രാത്രി 7:30. ഇപ്പത്തെ എന്റെ കോല ഇതാണ്. ഇത് എങ്ങനെ ആയി, ആരാക്കി, ആരും തല്ലി ഒടിച്ചതാണോ അതോ ഞാനായിട്ട് വരുത്തി വെച്ചതാണോ ഒക്കെ സസ്പെൻസ്. എല്ലാ സസ്പെൻസ് ആണ്. ഓക്കെ, ഇതൊക്കെ അറിയണമെങ്കിൽ നിങ്ങൾ ഇന്ദുലേഖ കാണണം. അപ്പൊ ഇന്ദുലേഖ ചെയ്യണം. അതോടൊപ്പം ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യണം. ഓക്കെ. അപ്പൊ നിന്റെ ഫാൻസിനടുത്ത് പറഞ്ഞിട്ടുണ്ടല്ലോ എന്താണ് കരുത്തിന്റെ പര്യായം കണ്ടില്ലേ? ഒരു ഒന്നും പറയല്ല, പ്രേക്ഷകർക്ക് എല്ലാം മനസ്സിലായി. ഞാൻ ബാലുമാണ്. ടെസ്ബീൻസ് ബ്ലോഗ് യൂട്യൂബ് ചാനലിന് എൻ്റെ എല്ലാവിധ ആശംസകളും നേരാണ്. അങ്ങോട്ട് കിട്ടും. ഇനിയിപ്പോൾ നല്ല ഒരു അടിപൊളി ചുമ്മാ അടിച്ച നമസ്കാരം, ഞാൻ ഉമാ നായർ. ഇപ്പം ഞാൻ എന്തിനാണ് നിങ്ങളുടെ മുന്നിൽ വന്നതെന്നറിയോ? ടെസ്ബീൻസ് വ്ലോഗ്സിലേക്ക് കുറച്ച് വിശേഷങ്ങൾ പങ്കിടാൻ ബീന ചേച്ചി ഇവിടെ ഞങ്ങളുടെ ലൊക്കേഷനിൽ വന്നു. അപ്പോൾ കുറേ ദിവസമായിട്ട് ഞങ്ങളിങ്ങനെ ബീനേച്ചിയുടെയും ടെസ്നേച്ചിയുടെയും ഇങ്ങനെ വിശേഷങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ നേരിട്ട് കാണാൻ പറ്റിയതിൽ ഒത്തിരി സന്തോഷം. പ്ലസ് ഒരുപാട് കുട്ടി കുട്ടി വിശേഷങ്ങൾ ഇനിയും പറയാൻ ചേച്ചിമാർക്ക് 2 പേർക്കും ഒരു വലിയ ഓൾ ദി ബെസ്റ്റ്. ഈ യൂട്യൂബ് ഒരു വലിയ വിജയമായി മാറട്ടെ. അതിലൂടെ നമുക്ക് ഒത്തിരി കഥകൾ കാണാം, ഒരുപാട് വിശേഷങ്ങൾ പങ്കുവയ്ക്കാം. കുട്ടി എനിക്ക് തോന്നുന്നു ചേച്ചി ബീനേച്ചി ആയതുകൊണ്ട് ഇനി പാചകവും കൂടെ ഒക്കെ വരാൻ സാധ്യതയുണ്ട്. എനിവേ നമുക്ക് പുതിയ വിശേഷങ്ങൾ പാചകമൊക്കെ കൂടെ അടിച്ചങ്ങ് പൊളിക്കാം. അപ്പം ഡോണ്ട് വിസിറ്റ് ടെസ്ബീൻസ് വ്ലോഗ്സ്. ഹായ്, ഞാൻ ആകാശ്. സോ നിങ്ങൾക്ക് ഓൾറെഡി ടെസ്ബീൻസ് ചാനലിനെ കുറിച്ച് അറിയാമെന്ന് ഞാൻ കരുതുന്നു. വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. ഇപ്പോൾ 3 എപ്പിസോഡ്സേ വന്നിട്ടുള്ളൂ. പക്ഷേ ഇനി ഒരുപാട് കാര്യങ്ങൾ, അതിന് ഫുഡ്, ട്രാവല്, അങ്ങനെ ഒരു പെർട്ടിക്കുലർ കാറ്റഗറി ഒന്നുമില്ല. നിങ്ങൾക്ക് എന്തൊക്കെ ഇഷ്ടമാണോ അതൊക്കെ ഇതിൽ കണ്ടന്റ് ആയിട്ട് വരും. സോ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് പ്രസ് ദ ബെൽ ഐക്കൺ. അപ്പോൾ ടെസ്ബീൻസിൻ്റെ ഇനിയുള്ള കാഴ്ചപ്പുറങ്ങൾ ഇന്ദുലേഖയുടെ ലഞ്ച് ബ്രേക്ക് തീൻമേശയിലേക്ക് വന്നിരിക്കുകയാണ്. ഇന്ദുലേഖ ലൊക്കേഷൻ്റെ ഇതേ നല്ല ചുറ്റുപാടൊന്നും അറിയാതെ കഴിച്ചിട്ടിരിക്കുകയാണ് മിസ്റ്റർ ബാലു മേനോൻ, ഇന്ദുലേഖയിലെ ചേട്ടച്ചൻ. എല്ലാവരും വിളമ്പി കൊടുക്കുന്നു, ഭക്ഷണം വിളമ്പി കൊടുക്കുന്നു. പിള്ളേർ അന്നദാതാക്കൾ. ഇത് ബെല്ല മറിയം തോമസ്. നല്ല കാച്ചാണ്. തൽക്കാലം ഞാനിപ്പോൾ ടെസ്ബീൻസിൻ്റെ ഞാനാണ് ഇതിൻ്റെ ഇപ്പോൾ ആങ്കർ ചെയ്യുന്നത്. ഇത് പൂർണ്ണമായ കളപ്പുരക്കിൽ ഗൗരി.
എങ്ങനെയുണ്ട് ഊണ് ഉമ? നല്ല ഊണാണ് അത്. പ്രത്യേകമുള്ള ഊണാ. എറണാകുളത്തെ ലൊക്കേഷന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. അല്ല, അത് സത്യം കേട്ടോ, സത്യസന്ധമായ കാര്യമാണ്. ഫുഡ് എറണാകുളത്തെ ഫുഡ് സൂപ്പർ ഫുഡാണ്. തിരുവനന്തപുരത്തുകാരനെ എനിക്ക് ഭക്ഷണം തരാണ്ടിരിക്കും എന്തോ. പറയാണ്ടിരിക്കാൻ പറ്റില്ല. തീർച്ചയായിട്ടും തിരുവനന്തപുരത്തെ ഫുഡ് കൊള്ളില്ല എന്നല്ല, എനിക്ക് തിരുവനന്തപുരത്ത് ഒരു ഫോണ് തരണം. പക്ഷെ ഇവിടുത്തെ സൂപ്പർ ഫുഡ് സമ്മതിച്ചേ പറ്റൂ. കൊച്ചി നമ്മൾ അംഗീകരിക്കണം. അച്ചി വേണ്ടെന്നാണ്. ആണോ ചേച്ചി? പിന്നെ ഇത് തീന്മേശയ്ക്ക് ചുറ്റും എല്ലാവരും ഇങ്ങനെ ഭക്ഷണം നല്ല നന്നായിട്ട് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ബാലേന്ദ്രൻ കൺമണി പെൺമണിയെ കയ്യിലിരിപ്പ് കൊണ്ട് അവരുടെ തലയെ കയ്യൊക്കെ ഒടിഞ്ഞിരിക്കും. ആരൊടിച്ചു എന്നുള്ളത് നല്ല നാട്ടുകാർ ഒടിക്കാത്ത നന്മ നിറഞ്ഞ വിക്രമൻ ഒടിച്ചു. ചപ്പാത്തിയെ പോലും നോവിക്കാതെ ഇന്ദുലേക്ക് മാലാഖയുടെ മനസ്സുമായി ഇന്ദു, സംശയത്തിന്റെ മനസ്സുമായി ഇന്ദു. എന്റെ ശിവേട്ടന്റെ പെണ്ണാണ് ഇവള്, എന്റെ ദേവേട്ടന്റെ പെണ്ണ്, ഏട്ടത്തി അമ്മേ. മസില് ഇന്ദിലേക്കല ജയൻ കുതിരെ തളവാൻ പോവാണ്. ചൂടുകാരൻ ഊരിയിട്ട് കറുത്ത ഡ്രസ് ഇട്ടേക്കണം. കുഴപ്പമില്ല, ബോഡി ഷോ. ചെക്കന്റെ വീട്ടുകാരുടെ ബോഡി ഷോ ആരംഭിക്കാൻ പോവാണ്. അടിപൊളി ടാറ്റോണ്. ഈ ശരീരത്തിൽ വേറെ സ്ഥലമൊന്നുമില്ല. ഇനി ബോഡി ഷോ ആരംഭിച്ചോ പോഞ്ഞിക്കര. ഒന്നുമില്ല. പണ്ടറൊക്കെ കയറി പിടിച്ചിട്ട് ഇത് മിസ്റ്റർ രഞ്ജിത്ത്, ഉമയുടെ കുഞ്ഞു ഇന്ദുലേഖയുടെ മോളാണ്. ഭാവിയിൽ വരാൻ സാധ്യതയുണ്ട്. നമ്മളിപ്പോഴേ ബുക്ക് ചെയ്തിട്ടേക്കാണ്. ഇനി ഞങ്ങളുടെ ഇന്ദുലേഖയുടെ ലൊക്കേഷനിൽ ഞങ്ങളുടെ വിശിഷ്ട അതിഥിയാണ്. യൂട്യൂബറാണ് ഇവിടെ. ഒരു നേരത്തെ ഭക്ഷണം വീട്ടിൽ ഒഴിവാക്കി ഇങ്ങോട്ട് വന്നേക്കാണ്. ഇത് ഞങ്ങളുടെ പൊന്നോമന ശങ്കുരു. ശങ്കുരു ഒരു ഹായ് പറഞ്ഞു. ഇന്ദുലേഖ ആശംസ പറയും. നല്ല സീരിയലാണ്, എല്ലാരും കാണണം എന്നൊക്കെ പറഞ്ഞു. അല്ല എന്നാലും നീ പറഞ്ഞു. സൂപ്പറാണ്. അതായത് മുള്ളും എല്ലും പോലും ബാക്കി വെക്കാതെ. അങ്ങനെ ഇതാണ് നമ്മുടെ തീന്മേശയുടെ ഒരു സീനാണ് നിങ്ങളിപ്പോൾ കണ്ടത്. പ്രിയ പ്രേക്ഷകരെ, ഞങ്ങൾ ഉച്ചയാവുമ്പോൾ ഇതുപോലെ വന്ന് എല്ലാവരും ഭക്ഷണം കഴിക്കും സന്തോഷത്തോടെ, ഒരു കുടുംബത്തെ പോലെ ഞാനിപ്പോൾ ഇത് കഴിഞ്ഞിട്ട് വേണം എൻ്റെ ഭക്ഷണം കഴിക്കാൻ. എന്നെ ആരും ക്ഷണിച്ചില്ല. നുറക്കെ കരഞ്ഞെങ്കിൽ ഞാനും ഇരുന്നേനെ. കണ്ടോ, ഇവൻ്റെയൊക്കെ ഒരു മനസ്സ് നോക്കി എല്ലാവർക്കും വിളമ്പി കൊടുക്കും. അത് വേറെ ഒന്നല്ല, അങ്ങനെയാണ് നമ്മുടെ ശിവൻകുട്ടിയുടെ സ്വഭാവം എന്ന് പറഞ്ഞാൽ. അങ്ങനെയാണ്, എല്ലാവരോടും ഒരു പരോപകാരിയാണ്, പ്രത്യേകിച്ച് പെണ്ണുങ്ങളോട്. പറയാണ്ട് തന്നെ ചെയ്തു. ഞങ്ങളുടെ മുത്താണത്. അപ്പൊ ഓക്കെ, അപ്പൊ ഇതാണ്ടോ ഇതിന്റെ ഒരു വിദൂര കാഴ്ച കൂടി നിങ്ങളെ കാണിക്കുന്നത് ഞങ്ങളുടെ ടീമേഴ്സ്. അടിപൊളി. അപ്പൊ ശരി, ഇനി അടുത്ത വിഷ്വലിലേക്ക് നമുക്ക് പോവാം. താങ്ക് യു. ജസ്ബീൻസിന് വേണ്ടി ക്യാമറമാൻ മനോജിനോടൊപ്പം റിപ്പോർട്ടർ മനോജ്. ഞാൻ ഭക്ഷണം കഴിച്ചു, ആകെ വേർത്ത് കുളിച്ചു പോയി. നല്ല സൂപ്പർ ഫുഡായിരുന്നു. അപ്പോൾ ഉമ്മ പറഞ്ഞല്ലേ, അതൊരു സത്യമാണ്. എറണാകുളത്ത് എന്ന് പറഞ്ഞാൽ ഫുഡ് കിടുവാണ്. അവിടെ എല്ലാം നമ്മുടെ ശ്രീലത ചേച്ചിയൊക്കെ ഞാൻ പണ്ട് പോയി കൊതിപ്പിക്കുമായിരുന്നു. ചേച്ചി ഒരു വർക്ക് ഇവിടെ എറണാകുളത്ത് ഒന്ന് ചെയ്തില്ലാന്നറിയോ, ഇവിടുത്തെ നല്ല ഫുഡ് കഴിക്കണം. അത്ര നല്ല ഫുഡാണ്. തിരുവനന്തപുരത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ മോശം എന്നല്ല പറയണം, അല്ലേ ഉമ്മ? മോശം എന്നല്ല, പക്ഷെ ഇവിടെ ഒരു വെറൈറ്റിയാണ് ഫുഡിന്. അവിടെ എന്തൊക്കെയോ ടേസ്റ്റ് വ്യത്യാസവും എന്തൊക്കെയോ മെനുവിലൊക്കെ ഭയങ്കര ചേഞ്ചൊക്കെയാണ്. അപ്പോൾ ഞാനൊരു കാര്യം, ഒരാളെ ഞാൻ പരിചയപ്പെടുത്താം. ഇങ്ങോട്ടൊന്ന് കാണിക്കൂ, ക്യാമറ ഒന്ന് പാൻ ചെയ്യും. നമ്മൾ സാധാരണ എല്ലാവരും ഭക്ഷണം കഴിക്കുന്നത് എങ്ങനെയാണ്? ഇതാ ഒരു പ്ലേറ്റിലല്ലേ, ഇതാ ഇത് നോക്കൂ.
അതാണ് എല്ലാത്തിനും വ്യത്യസ്തനാം ഒരു ബാർബറാം ബാലനായിരിക്കുന്നത്. ഒരു കാര്യം പറഞ്ഞത് ത്രിവിക്രമൻ എന്ന് പറഞ്ഞ ഇരട്ടക്ക് അങ്ങനെയാ. അതെ അതെ, എല്ലാം ഇരട്ടിയാ. ഫുഡ് വേണോ? അപ്പൊ എന്റെ അനിയന്മാരൊക്കെ ട്രിപ്പിൾ ചങ്കന്മാരാണ്. അപ്പൊ എന്റെ അനിയന്മാരൊക്കെ ട്രിപ്പിൾ അപ്പൊ ഇതില് എനിക്ക് എന്റെ ഒരു കാര്യം പറയാനുള്ളത്, നിങ്ങൾ കാണുമ്പോൾ തോന്നുന്നു 2 പ്ലേറ്റ്, ഞാൻ അങ്ങനെ കഴിക്കാറുള്ളത്, എല്ലാവരും കാണാറുള്ളത്. എനിക്ക് ചോറും കറികളും വേറിട്ട് നിൽക്കണം. വേറിട്ട് നിന്നിട്ട് ഇപ്പൊ ചോറ് ഇങ്ങനെ എടുക്കുക, ഞാൻ കാണിച്ചു തരാം, നിങ്ങൾ പരീക്ഷിക്കാവുന്നുള്ളത്. ചോറ് എടുക്കുക, ഒരു മത്തങ്ങ അരിശേരി എടുക്കുക, ഞങ്ങളുടെ വീട്ടില് കള്ളിപ്ലേറ്റില് ഞങ്ങൾ കഴിക്കും. അത് സത്യം, അത് ഞാൻ പറയട്ടെ, എനിക്ക് പറയാനുണ്ട് കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ പറഞ്ഞത് സത്യമാണ്. മനുവിന്റെ ഡാഡി മുതൽ മനുവിന്റെ ഡാഡി ഇപ്പൊ ശങ്കരു, ഇവർക്ക് 3 പേർക്കും ഒരു പ്ലേറ്റ് ഉണ്ട്, സ്പെഷ്യൽ പ്ലേറ്റ് എന്ന് വെച്ചാൽ കള്ളികളുള്ള പ്ലേറ്റിൽ മാത്രമേ കഴിക്കൂ. എന്ന് വെച്ചാൽ ഇവരെല്ലാം സെപ്പറേറ്റ് ഇട്ടിട്ട് ഒരിക്കലും എല്ലാം കൂടി ഒരുമിച്ച് ഒരു പ്ലേറ്റിൽ എന്തെങ്കിലും അറിയാതെ എങ്ങനെ ചിലപ്പോൾ ദോശയൊക്കെ തന്നെ എന്തെങ്കിലും ഇട്ടോ തന്നെ ചെയ്തു മറ്റേ കള്ളിയുള്ള പാത്രത്തിലിട്ട് അവർക്ക് അതാണ് ഇഷ്ടം. അപ്പൊ അങ്ങനെ ഒരു ശീലം ഉണ്ട് കേട്ടോ. അപ്പൊ അതിന്റെ ശീലത്തിന്റെ ഭാഗമായിട്ടാണ് ഇതാ ഇവിടെ. അല്ല, ഇതിന് മുമ്പ് ഇവിടെ ഈ കോവിഡിന് മുമ്പ് എല്ലാം പ്ലേറ്റ് ആയിരുന്നു, കള്ളിയുള്ള പ്ലേറ്റ് ആയിരുന്നു. ഈ കോവിഡ് ആയതുകൊണ്ടാണ് നമ്മളിപ്പോ ഈ പേപ്പർ പ്ലേറ്റ് കഴിക്കുന്നത്. അതെ അതെ അതെ, സേഫ്റ്റി സൈഡിലാണ് ഇപ്പൊ ഇതൊക്കെ എടുക്കുന്നത്. അപ്പൊ ഇതൊക്കെയാണ്. പിന്നെ ഇതാ ശിവൻ ഇരുന്ന് കഴിക്കുന്നുണ്ട്. ശിവനൊക്കെ കണ്ട പാവ സാധാരണ മനുഷ്യരെ പോലെ കണ്ട ഒരു പ്ലേറ്റ് കഴിക്കണം. എല്ലാവരും അതെ കേട്ടോ, ഉമ്മ ഇവരൊക്കെ അതെ, ബാലുശേട്ടൻ എന്താ. ഇനി നമ്മുടെ പൂന്തുറ, ഇത് ഞങ്ങളുടെ പൂന്തുറ. പണ്ടൊക്കെ ഞാനൊക്കെ ഒരുപാട് വർക്ക് ചെയ്തിരുന്ന സമയത്ത് ഞങ്ങൾ എത്രയോ വർക്ക് ചെയ്തിരിക്കുന്നത് അല്ലേ. അപ്പൊ ഇപ്പൊ അവൻ വലിയ ക്യാമറമാൻ. എനിക്ക് ഒരുപാട് സന്തോഷം ഇന്ന് ഇവരെ ഇവിടെ ക്യാമറമാനായിട്ട് കണ്ടപ്പോ. അപ്പൊ നമ്മുടെ പൂന്തുറയാണിത് കേട്ടോ, രാജേഷ് പൂന്തുറ. അയ്യോ, അതെ, നമുക്ക് സമയാസമയങ്ങളിൽ ഇത് കണ്ടോ, നമ്മുടെ അന്നദാതാക്കളാണ് ഈ പിള്ളേര്. പക്ഷെ ഞാൻ സത്യം പറയട്ടെ, ഇവര് 2 പേരും നമ്മൾ വന്നപ്പോ തന്നെ വന്നപ്പോ തന്നെ എന്തൊക്കെ വേണം ചേച്ചി, വെള്ളം വേണോ, ഭക്ഷണം വേണോ എന്നൊക്കെ പറഞ്ഞ് പുറകെ നടന്ന് നമ്മുടെ വളരെ ആതിഥ്യ മര്യാദയോടെ തന്നെ അവര് ഫുഡൊക്കെ എടുത്ത് തന്നു. നല്ല പിള്ളേരാണ് ഇതാ 2 പേരും. ഇനിയിപ്പോ നമ്മുടെ അമ്മമാര് സെക്ഷൻ വന്നിട്ട് ഇനിയിപ്പോ കൈ കഴുകി എല്ലാവരും കയറാൻ പോവാണ്. അതൊക്കെ എല്ലാം ഇനിയിപ്പോ അമ്മമാര് സെക്ഷനാണ് കേട്ടോ. ആ സൈറ നേരത്തെ കാണിച്ചില്ലല്ലേ, ഇതാ അതേ മണവാട്ടി സൈറ വന്ന് കഴിക്കാൻ. അപ്പൊ സൈറ വന്നിരുന്ന് കഴിക്കാൻ തുടങ്ങണം. സൈറയുടെ മോളെയാണ് നേരത്തെ കണ്ടത് കേട്ടോ. ഓക്കെ, സൈറയുടെയും കണ്ണന്റെയും മോളാണ്. ഇനിയിപ്പോ അമ്മമാര് കഴിക്കാൻ പോകണം. ഇനിയിപ്പോ നമുക്ക് അവർക്ക് വേണ്ടിയിട്ട് സ്ഥലം ഒഴിഞ്ഞു കൊടുക്കാം. അപ്പൊ മനു, അപ്പൊ ഇത് സൈറയുടെ ഹസ്ബൻഡ് കണ്ണൻ. കണ്ണനാണ് നമ്മുടെ ഇവിടുത്തെ കണ്ണന്റെ പ്രോജക്റ്റ് വരാൻ പോകുന്നത്. അതെ, അപ്പൊ അതൊക്കെയാണ് സംഭവങ്ങൾ. ഇതാണ് അപ്പൊ നമ്മുടെ ഫുഡിന്റെ സെക്ഷൻ. അപ്പൊ ഇതിങ്ങനെ ഇനിയിപ്പോ നമ്മള് ഈ ഡയറക്ടർ കഴിക്കാൻ പോകണം കേട്ടോ. ഡയറക്ടർ തൊപ്പിയൊക്കെ വെച്ച് വന്നിട്ടുണ്ട്. അതെല്ലാ ഡയറക്ടേഴ്സിനും അങ്ങനെയാണ്. ഭക്ഷണം കഴിക്കണം എന്നൊന്നും ഒരു നിർബന്ധമില്ല. ഡയറക്ടേഴ്സിനെ എപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. കാരണം അവർക്ക് ഫുൾ രാവിലെ വന്നാൽ സ്ക്രിപ്റ്റ് കയ്യിലെടുക്കുക, അത് ഡിവൈഡ് ചെയ്യുക, ഷോട്ട് എടുക്കുക, ഇതിൽ മാത്രമായിരിക്കും കൊണ്ടുപോകുക. ബ്രേക്ക് എന്നൊക്കെ പറയണം തന്നെ താല്പര്യമില്ല. എന്തിനോ വേണ്ടി കഴിക്കണമെന്നൊക്കെ ഉള്ളൂ. അവർക്ക് ഇഷ്ടമല്ല. ആ ടൈമും കൂടെ അവർ മാക്സിമം വർക്കിൽ കോൺസെൻട്രേറ്റ് ചെയ്യാന്നുള്ളതാണ് ഡയറക്ടേഴ്സിന്റെ പൊതു. അതുപോലെ തന്നെയാണ് നമ്മുടെ ജിതേഷ് വരുന്നുണ്ട്. നമ്മുടെ ഇന്ദുലേഖയുടെ ഡയറക്ടർ ഉണ്ടോ, ജിതേഷ്. സീരിയൽ ശിഷ്യാണ്. എനിക്ക് ജിതേഷിനെ പറ്റി 1-2 കാര്യങ്ങൾ പറയാനുണ്ട്. കാരണം ഞാൻ ജിതേഷ് കുഞ്ഞായിരിക്കുമ്പോ, അതായത് LKG-യിലായിരുന്നു അവിടെ, എന്നായിരുന്നു ഇവൻ കുഞ്ഞായിരിക്കുന്ന സമയത്ത് ചേച്ചി അപ്പൊ ചാലക്കുടിക്ക് ആ ഭാഷയ്ക്ക് ഞാൻ എപ്പോഴും ഇവനെ കളിയാക്കും. ഇവനും മഞ്ജു ധർമ്മനില്ലേ ഇപ്പൊ നമ്മുടെ എന്താണ് കുടുംബങ്ങളൊക്കെ ചെയ്യുന്ന മഞ്ജു, ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ എൻ്റെ പണ്ടത്തെ ഞാൻ ഹീറോയിനായിരിക്കുന്ന കാലസമയത്ത് ഇവരൊക്കെ അസിസ്റ്റൻസ് ആണ്. നമ്മുടെ ഭയങ്കര ചങ്സ് ആയിരുന്നു ഇവരൊക്കെ. ഇപ്പൊ അവൻ വലിയ ഡയറക്ടറായി, മഞ്ജു വലിയ ഡയറക്ടറായി. അപ്പൊ എന്താ ചേച്ചി ഉണ്ടായിരുന്നു, ഞാനൊക്കെ എന്തെങ്കിലും ചോദിക്കുമ്പോ അവൻ പറയും അയ്യോ അവിടെ ഉണ്ടായിരുന്നോ. സിമിലാരിറ്റി ഒക്കെ ഉണ്ട്.
ചിരിയും 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 പിന്നെ ചൂടാകുമ്പോൾ അറച്ചുണ്ട്. ഇപ്പൊ വലിയ ഡയറക്ടറായിട്ടോ നമ്മൾ വിചാരിക്കണ പഴയ അസിസ്റ്റന്റ് ഒന്നുമില്ല. ഇപ്പൊ വലിയ നല്ല എന്താ പറയാ നല്ല കഴിവുള്ള അവൻ തെളിയിച്ചോണ്ടിരിക്കുകയാണ്. ഇന്ദുലേഖ ഇപ്പൊ നല്ല ഭംഗിയായിട്ട് 100 എപ്പിസോഡ് കഴിഞ്ഞിരിക്കുകയാണ്. ഇന്ദുലേഖയെ കുറിച്ച് പറയുമ്പോൾ ഒന്നുകൂടി പറയണം. പറഞ്ഞോളൂ പറഞ്ഞോളൂ. ബീനേച്ച് തന്നെ എടുത്ത് പറയണം. ഞങ്ങളുടെ സീരിയല് സിനിമ പോലെ ഉണ്ടായില്ലേ, ഉണ്ടായിരുന്നു. അപ്പൊ അത് ബീനേച്ച് പറയണം. ഞങ്ങളുടെ പോഴത്തെ പോലെ അത് ഞാൻ ഇൻട്രൊഡക്ഷൻ പറഞ്ഞല്ലോ. ഒന്നൊരു ചങ്കുരു അങ്ങോട്ട് മാറ്റി. ഞാൻ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞിരുന്നു, ഒന്നും കൂടി പറയണം, ഇതൊരു സിനിമയാണ് ഇന്ദുലേഖ എന്ന് പറഞ്ഞാല്. സിനിമ പോലെ ഒരു സീരിയൽ, അതായിരുന്നു ഇതിന്റെ ആദ്യത്തെ ക്യാപ്ഷൻ. അതെനിക്കിട്ട് വെക്കുന്നത് വീട്ടിൽ പണികളൊക്കെ നടക്കുന്ന സമയത്തല്ലേ നമ്മുടെ ജോലിയും എനിക്ക് അടുക്കള പണി ഉണ്ടാവും, സീരിയലും കാണണം. അപ്പൊ ഞാൻ എഴുന്നേറ്റ് പോകുമ്പോ കുറ്റം പറയും മനു കാണുമ്പോൾ എഴുന്നേറ്റ് പോകുന്നത്. ഓക്കെ, അപ്പൊ അതിന് ഞാൻ ഒരു ഭക്ഷണം കഴിക്കട്ടെ സമാധാനമായിട്ട്. ഓക്കെ, ഹായ് ഫ്രണ്ട്സ്. അപ്പൊ എല്ലാവരും കണ്ടല്ലോ ഇന്ദുലേഖ ലൊക്കേഷൻ വിശേഷങ്ങൾ. മനു ഉണ്ടായിരുന്നതുകൊണ്ട് എനിക്ക് മനു ശങ്കുരനൊക്കെ ഭയങ്കര സന്തോഷമായിരുന്നു. പിന്നെ നമ്മുടെ എല്ലാ ഫ്രണ്ട്സും, പിന്നെ നമ്മുടെ ഹീറോയിൻ മാളവികയുടെയും പിന്നെ അമീൻ്റെയും ഒക്കെ അവരുടെ കുറേ വിശേഷങ്ങളും പിന്നെ എല്ലാവരുടെയും നല്ല രസമായിരുന്നു. നമ്മൾ ലൊക്കേഷൻ കാഴ്ചകളൊക്കെ ആയിട്ട് നമ്മൾ ഇന്നൊരു രസക്കാഴ്ചയായിരുന്നു. അപ്പോൾ എന്തായാലും എനിക്കൊരുപാട് ഇഷ്ടമായി, നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടും. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ എൻഡിങ്ങിലേക്ക് നമ്മൾ വന്നു. ഇനിയിപ്പോൾ ഒറ്റ കാര്യം പറയാനുള്ളൂ, നമുക്ക് ഒരുപാട് സപ്പോർട്ടൊക്കെ നമ്മളെല്ലാം പറഞ്ഞു കഴിഞ്ഞു. എങ്കിലും ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒത്തിരി പേരുണ്ട്. നമുക്ക് 93% ആൾക്കാരും സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ വെറുതെ കണ്ടിട്ട് പോകണുള്ളൂ. അങ്ങനെ ചെയ്യരുത് പ്ലീസ്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലൈക്കൺ ഓൾ അമർത്തണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ പിന്നെ നമ്മുടെ നേരത്തെ പറഞ്ഞിരുന്നു, നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു, അതൊക്കെ ഫോളോ ചെയ്യണം. അപ്പോൾ ബാക്കിയൊന്നുമില്ല. അപ്പോൾ എല്ലാവർക്കും നന്മ വരട്ടെ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഓക്കെ, ബൈ ബൈ. അടുത്ത എപ്പിസോഡിൽ കാണാം. ബൈ ബൈ, ടേക്ക് കെയർ.